ഹലോ ഗൈസ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ചെറിയ മിനി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഗൾഫിലോട്ട് തന്നെ പോവാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഷാർജയ്ക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഡ്രസ്സ്. ബാഗി ജീൻസ്, കുർത്തിയാണ് കേട്ടിട്ടുള്ള സിമ്പിൾ കംഫർട്ടബിൾ ഡ്രസ്സാണ്. അപ്പോൾ നേരത്തെ തന്നെ എത്തിയിട്ട് അവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഞാനങ്ങനെയായിരുന്നു മൂന്നാമത്തെ പാസഞ്ചറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. ബോർഡിംഗ് പാസ്സൊക്കെ നേരത്തെ കിട്ടിയിട്ടോ, വേഗം വന്നാണിതായി. ഇനിയിപ്പോൾ ചെക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലൈറ്റിലോട്ട് ബോർഡ് ചെയ്യാണ്. ഫ്ലൈറ്റിൽ കയറി. ഞാൻ തെറ്റത്തുള്ള അടുത്താണ് ഇരുന്നത്. അങ്ങനെ സീറ്റിലിരുന്നു. പിന്നെ കഴിച്ചത് ഞാൻ വിശന്നപ്പോൾ നൂഡിൽസ് വാങ്ങി, ചിക്കൻ നൂഡിൽസ് വാങ്ങിയത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചോക്ലേറ്റിൻ്റെ അത് വാങ്ങി, ചോക്ലേറ്റും സ്റ്റിക്ക് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാൻഡ് ചെയ്യാനായി ഷാർജ, അതായത് UAEക്ക് എത്തിയപ്പോൾ തന്നെ ഒരു സന്തോഷം. ഉപ്പാനെയും ഉമ്മാനെയും അനിയനൊക്കെ കാണുന്ന സന്തോഷമായിരുന്നു. അനിയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരുന്ന കാര്യം. എന്നിട്ടെന്താ, അവനക്കൊരു വൻ സർപ്രൈസായിരുന്നു. അങ്ങനെ ലാൻഡ് ചെയ്യാനായി, സീറ്റ് ബെൽറ്റൊക്കെ ഇടണം പറഞ്ഞു. അങ്ങനെ ലാൻഡായി. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഓരോ അടി നടക്കുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. ഞാൻ എന്നിട്ട് ലഗേജ് എടുക്കുന്നിടത്തേക്ക് പോയി. അങ്ങനെ ലഗേജിന് വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് പാസഞ്ചർ കഴിഞ്ഞ് എത്താൻ കുറേ ലേറ്റ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എത്തിയപ്പോൾ തന്നെ ഉപ്പയമ്മയും വന്നിട്ടോ. അവർ നടന്നിങ്ങനെ വരുമായിരുന്നു. അനിയന് സർപ്രൈസായിരുന്നു. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല. അവന് കരഞ്ഞു. എന്നെ കണ്ടപ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയി. അവൻ്റെ ഫേസൊക്കെ ആകെ ചേഞ്ചായി. അങ്ങനെ അവനെ ഹഗ് ചെയ്തു. ഉമ്മ ബൊക്കെയായിട്ട് വന്ന്. അങ്ങനെ ഫൈനലി ഐ എം ബാക്ക് ടു UAE. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ മുടങ്ങാണ്ട് വീഡിയോ ഒക്കെ ഇടാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ആൻഡ് നമുക്ക് 61 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി മുടങ്ങാണ്ട് ഇൻഷാ അല്ലാ വീഡിയോസൊക്കെ ഇടാം. അങ്ങനെ വീടിൻ്റെ അവിടെ എത്താനായി. സന്തോഷമായിട്ട് ഉമ്മാടിപ്പാടിയും കൂടെ കുറച്ച് ദിവസം അടിച്ചു പൊളിക്കുക. കഴിഞ്ഞ് തിരിച്ച് പോകണം, ക്ലാസ് ഉള്ള കാരണം തിരിച്ച് പോകണം. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഞാൻ എത്തിയപ്പോൾ തന്നെ കുറച്ച് നേരം സംസാരിച്ചു. കുറച്ച് ചെറിയൊരു ഡിന്നർ സ്നാക്സ് പോലെ ഒരു സമ്മൂന് സാൻഡ്വിച്ച് പോലെ കഴിച്ചു. അങ്ങനെ ഗേറ്റ് കടന്നപ്പോൾ എന്തില്ലാത്തൊരു സന്തോഷം. ഐ എം ബാക്ക് ടു മൈ ഹോം എന്നൊരു ഫീൽ. അതായത് നാട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിലേക്കും, പക്ഷേ എനിക്കിവിടെ എൻ്റെ സ്വന്തം വീട് പോലെ ഫീൽ ചെയ്തിരുന്നത്. അവിടെ ഉണ്ടെങ്കിലും ഉമ്മ ഇപ്പോഴുള്ള വീടാണല്ലോ നമുക്ക് സ്വന്തം വീട്. അങ്ങനെ